വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമുകളൊക്കെ വരുന്നുണ്ട് അല്ലേ. കുറച്ചധികം എക്സാമുകൾ പി എസ് സി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എക്സാമുകളൊക്കെ അടുത്ത് വരാനായി. അസിസ്റ്റൻറ്റ് സെയിൽസ്മാനിന് അധികം സമയമില്ല. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് സിലബസ് എല്ലാം കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ 3-4 ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കാണാം. നമ്മുടെ കേരളം യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന എന്ന് പറയുന്ന ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ SCERT കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് വൈകിട്ടിടാം കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 12 മണിക്ക് നമുക്ക് SCERT നമുക്ക് സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ വൈകിട്ട് ഉച്ചതിരിഞ്ഞ് 6 മണിക്ക് ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതുപോലെ തന്നെ PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനത്തെ ഒരു സീരീസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളം യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന വരെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം എന്നിവ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ചരിത്രമാണ്. ഫസ്റ്റ് വരുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായിട്ടുള്ള ഏതൊക്കെയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം അല്ലേ, ഈ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധാനന്തരം രാഷ്ട്രീയ ചരിത്രം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. SCERT പോയിൻറ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ രേഖപ്പെടുത്തിയ ഫലകമാണ് ചിത്രത്തിൽ കാണുന്നത്. നോക്കി കുമാരനാശാൻ സ്മാരകം, കായിക്കര അല്ലേ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറയുന്ന ഒരു കോട്ട്സ് കാണുന്നുണ്ട് നമ്മൾ അല്ലേ. കുമാരനാശാൻ്റെ ഉദ്ബോധനം എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ള വരികളാണിവ. എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു. പല നാട്ടിലും സാധാരണക്കാർക്ക് നാം ഇന്ന് അനുഭവിക്കുന്നത് പോലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ചിലർ സഹന സമരത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ മറ്റു ചിലർ സായുധ സമരത്തിൻ്റെ പാത സ്വീകരിച്ചു. സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഈ സമരങ്ങൾ ഓരോന്നും ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇവയെ വിപ്ലവങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പം നമുക്കറിയാം നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നതായിരിക്കും. യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. അപ്പോൾ അത്തരം വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന SCERT ക്ലാസ്സുകൾ പറഞ്ഞു പോകാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ജ്ഞാനോദയം നമുക്ക് 2 ക്ലാസ് കൊണ്ട് ഏകദേശം ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്താണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്? യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന മുദ്രാവാക്യം എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നാണ്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് ഏത് സ്വാതന്ത്ര്യ സമരമാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലാണ്. 18ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത്. ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം ാണ്. ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടത്? അപ്പോൾ ജെയിംസ് ഓട്ടിസ് ആണ് ഈ മുദ്രാവാക്യം എന്ന് പറയുന്നത് രൂപം നൽകിയതാരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരാളാണ് ആര്? ജെയിംസ് ഓട്ടിസ്. ശക്തമായൊരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അതിനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാം.
16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അവ ഭൂപടത്തിൽ നിന്ന് കണ്ടെത്താം. അപ്പോൾ എന്താ പറയുന്നത്, 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് ആളുകൾ എവിടേക്ക് കുടിയേറി? അമേരിക്കയിലേക്ക് കുടിയേറാൻ തുടങ്ങി. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു അവിടുത്തെ പ്രധാന ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ഏതൊക്കെയാണ് കോളനികൾ നോക്കിയാൽ? ന്യൂ ഹാംഷെയർ, ന്യൂയോർക്ക്, ന്യൂയോർക്ക് തന്നിട്ടുണ്ട് നമുക്ക്. ആ ഒരു സൈഡിലായിട്ട് നമുക്ക് എന്തൊക്കെയാണ്? മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, പെൻസിൽവാനിയ എന്നൊക്കെ പറയുന്ന കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അമേരിക്കയിലെ കുടിയേറ്റം 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവരെന്തറിയപ്പെട്ടു? റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. അതായത് 1492 ആരെത്തി? സ്പാനിഷ് ഗവൺമെൻറ് നാവികനായിട്ട് വടക്കേ അമേരിക്കയിലെത്തിയത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. അങ്ങനെ അദ്ദേഹം തദ്ദേശീയരായ ജനങ്ങളെ എന്തെന്ന് വിളിക്കുകയാണ്? ഇന്ത്യക്കാരെന്ന് വിളിക്കുകയാണ് അല്ലേ. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. ആരെ വിളിച്ചത്? വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ഈ ജനങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്ത്യക്കാരെന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെ അങ്ങനെ വിളിച്ചത് അല്ലേ. പിൽക്കാലത്ത് ഇവരറിയപ്പെട്ടത് റെഡ് ഇന്ത്യൻസ് എന്നായിരുന്നു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത്. അപ്പോൾ ഏതാണ് പറയുന്നത്? 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യന്മാർ കവർന്നു. അപ്പോൾ യൂറോപ്യന്മാർ പിന്നീട് വരാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ്, അവിടുത്തെ തദ്ദേശീയ ജനങ്ങൾ ഉണ്ടായിരുന്നു, അവർ ഇന്ത്യക്കാരെന്ന് വിളിച്ചു. പിന്നീട് അവർ റെഡ് ഇന്ത്യൻസ് എന്നാണ് അറിയപ്പെട്ടത്. അതാരാണ് വിളിച്ചത്? ക്രിസ്റ്റഫർ കൊളംബസ് ആണല്ലേ വിളിച്ചത്. അതിനുശേഷം എന്താണ് പറയുന്നത്? ഇവിടുത്തെ ജനങ്ങളെ എന്താണ് പറയുന്നത്? ഇംഗ്ലീഷുകാരല്ലേ, ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ വരാണ് അവിടെ നിന്ന് കോളനികൾ സ്ഥാപിക്കുകയാണ്. അമേരിക്കയിലേക്ക് കുറച്ച് ഇംഗ്ലീഷുകാർ വരാണ്, അവിടെ കോളനികൾ സ്ഥാപിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുണ്ടല്ലോ, റെഡ് ഇന്ത്യൻസുകാരുണ്ടായിരുന്നു അല്ലേ. ഇവരൊക്കെ എന്ത് ചെയ്യാണ്? ഇവരൊക്കെ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെടാണ്. അങ്ങനെ അവരുടെ ഭൂമിയും ആട്ടിൻപറ്റൊക്കെ അവരാണ് യൂറോപ്യന്മാർ കവർന്നു. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കന്റിലിസം എന്നറിയപ്പെടുന്നു. അപ്പോൾ ചോദിക്കാറുണ്ട്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ചേരുമടി ചേർക്കുക എന്ന് പറയുന്നതിലെ മെർക്കന്റിലിസം എന്ന് പറയുന്നത് എവിടത്തെയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെയാണ്. എന്താ സംഭവം? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. മെർക്കന്റിലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. എന്തൊക്കെ നിയമങ്ങളാണ്? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതുപോലെ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാനപത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്കൊക്കെ ഇറക്കുമതി ചുങ്കം നൽകണം. അങ്ങനെ കോളനിക്കാർ അനുഭവിച്ച കുറച്ച് ദുരിതങ്ങളാണല്ലോ ഇതൊക്കെ പറയുന്നത്. എന്താണ് അവർക്ക് തേയില, ഗ്ലാസ്, കടലാസൊക്കെ എന്നിവയ്ക്കൊക്കെ എന്ത് ചെയ്യണം? കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നവർക്കൊക്കെ ഇറക്കുമതി ചുങ്കം നൽകണം അല്ലേ. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് അവർക്ക് നൽകണം അല്ലേ. അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങളും ലൈസൻസുകളൊക്കെ എന്ത് സംഭവിക്കണം? ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം.
എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്, എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ബോസ്റ്റൺ ടീ പാർട്ടി ഈ പേരുകളൊക്കെ ഇങ്ങനെ പഠിച്ചു വയ്ക്കാൻ നോക്കാം. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറിയിട്ട് എന്ത് സംഭവിച്ചു? തേയിലൊക്കെ കടലിലേക്ക് വലിച്ചെറിയാണ്. ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. എന്തൊക്കെയാണ് നോക്കാം. ജോൺ ലോക്ക് എന്നാണ് പറഞ്ഞത്? ചോദിക്കാറുണ്ട്, പഠിച്ചിരിക്കാട്ടോ. ജോൺ ലോക്ക് എന്താ പറഞ്ഞത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്ക് പറഞ്ഞതാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാനായിട്ട് ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇനി തോമസ് പെയിൻ എന്നാണ് പറഞ്ഞത്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. തോമസ് പെയിൻ എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് വൻകര ദീർഘകാലം, ഈ വൻകര അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ ജോൺ ലോക്ക് പറഞ്ഞതും തോമസ് പെയിൻ പറഞ്ഞതും പഠിച്ചല്ലോ അല്ലേ? എന്നാണ് ജോൺ ലോക്ക് പറഞ്ഞത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. തോമസ് പെയിൻ എന്താ പറഞ്ഞത്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. തോമസ് പെയിൻ എന്നാണ് പറഞ്ഞത്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇനി വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് എന്നാണ്? 1774 എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിയിച്ചു. അപ്പോൾ അത് സമ്മതിച്ചില്ല അല്ലേ? അതിനെതിരായിട്ട് അവിടെ യുദ്ധം നടക്കുകയാണ്. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു. രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് 1775. ഒന്നാമത്തേതായിരുന്നു 1774. ഫിലാഡൽഫിയയിൽ തന്നെയാണ്. 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അതും ഫിലാഡൽഫിയയിൽ തന്നെയാണ്. അവിടെ ജോർജ് വാഷിങ്ടണിനെയാണ് കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തത്. ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ തോമസ് പെയിൻ്റെ എന്താണ് കോമൺ സെൻസ്? ആരുടെയെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? തോമസ് പെയിൻ്റേതാണ് അല്ലേ? തോമസ് പെയിൻ്റേതാണ് കോമൺ സെൻസ്. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നതെന്നാണ്? 1776. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അല്ലേ? പിറ്റേ ഇയറാണ് 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. നോക്കിയൊക്കെ, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇവർ രണ്ടാളും കൂടിയിട്ടാണ് തയ്യാറാക്കിയത്. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയിട്ടുള്ളതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രഖ്യാപനത്തിൽ നിന്നും കണ്ടെത്തുന്നത്? എന്താണ് കാണുന്നത്? എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ടെന്നൊക്കെയാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ പറയുന്നത്. ഇനി
സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ എന്തുണ്ടായിരുന്നു? യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഈ സ്വാതന്ത്ര്യ സമരത്തോടെ അവസാനിക്കുകയാണ്. 1781 അവസാനിക്കുന്നത്. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പോൾ പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് എന്ത് സംഭവിക്കുന്നത്? ഈ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത് 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ്. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ അമേരിക്കയുടെ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ് ഭരണഘടന തയ്യാറാക്കിയത്. 1783 പാരീസ് ഉടമ്പടി എന്നും പഠിച്ചു വയ്ക്കുക കേട്ടോ. 1783 പാരീസ് ഉടമ്പടി. പുതിയ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അമേരിക്കയിൽ നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്? പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകിയതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. പഠിച്ചിരിക്കുക. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, റിപ്പബ്ലിക്കൻ ഭരണരീതി ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇനി ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയില്ലേ? അമേരിക്കയാണ് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത്. എന്നാൽ ഏറ്റവും വലിയ ഭരണഘടന ഏതാണ്? ഇന്ത്യയുടേതാണ് അല്ലേ? സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ഫെഡറൽ രാഷ്ട്രം, അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്നിവ എന്താണ്? അമേരിക്കയുടേതാണെന്നും പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചൈനീസ് വിപ്ലവമാണ്. ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് 20ാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായ 2 നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു. അപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ചൈനയും കൂടിയിട്ട് എന്ത് ചെയ്യാണ്? ഈ കോളനിയൽ ശക്തികൾ ചൈനയിൽ എന്ത് ചെയ്യാണ്? വ്യത്യസ്തമായ നയങ്ങളിൽ 2 നയങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. ഏതാണ്? കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. എന്താണ് കറുപ്പ് വ്യാപാരം എന്ന് വെച്ചാൽ, ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. അപ്പോൾ എന്താണ് കറുപ്പ് വ്യാപാരം? ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയൊക്കെ എന്താണ് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് കാരണം കയറ്റുമതിയിലൂടെ ചൈന നന്നായിട്ട് ലാഭം നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് ചൈനയിലേക്ക് ഇറക്കുമതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്ന രീതിയിൽ കണ്ടത് കറുപ്പ് ഈ ചൈനക്കാർക്ക് ഇറക്കുമതി ചെയ്യുക. അതുപോലെ തന്നെ അതെല്ലാവരിലും എത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ആൾക്കാരുടെ മാനസിക നിലയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും. സാമ്പത്തികമായിട്ടോ അതുപോലെ തന്നെ മാനസികമായിട്ടൊക്കെ അവസാനം അങ്ങനെ ചൈനക്കാർ അടിമത്തത്തിലായിട്ട് മാറണം. അതാണ്. നെക്സ്റ്റ് എന്താണ്? തുറന്ന വാതിൽ നയം. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. അപ്പോൾ തുറന്ന വാതിൽ നയം പ്രഖ്യാപിക്കുന്ന ആരാണ്? ജോൺ ഹേയ് ആണല്ലേ. ജോൺ ഹേയ് ആണ് തുറന്ന വാതിൽ നയം പ്രഖ്യാപിക്കേണ്ട. ഈ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ തുറന്ന വാതിൽ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു. തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് ആരാണ്? ജോൺ ഹേയ് ആണ്.
ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം. അപ്പോൾ ചൈന ഭരിച്ചിരുന്ന ആരാണ്? മഞ്ചു രാജവംശമാണ്. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ 1900 കലാപം സംഘടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. അതിനാൽ ഇത് ബോക്സർ കലാപം എന്നറിയപ്പെടുന്നു. അപ്പോൾ ബോക്സർ കലാപം എന്ന് പറയുന്നത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1900 ഈ കലാപം സംഘടിപ്പിക്കുന്നത്. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര എന്ന് പറയുന്നത്. അതിനാലാണിത് ബോക്സർ കലാപം എന്നറിയപ്പെടുന്നത്. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. 1911 ഡോക്ടർ സൻ യാത് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. അപ്പോൾ ഡോക്ടർ സൻ യാത് സെന്നിൻ്റെ നേതൃത്വത്തിൽ 1911 ഈ മഞ്ചു രാജഭരണത്തിനെതിരെയായിട്ട് വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്കും അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൻ യാത് സെന്നിൻ്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. സൻ യാത് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. അപ്പോൾ എന്താണ് സൻ യാത് സെന്നിൻ്റെ ചോദിക്കാം. സൻ യാത് സെന്നിൻ്റെ ആശയം എന്താണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൻ യാത് സെന്ന് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം 3 വാക്ക് പഠിച്ചേക്കുക. സൻ യാത് സെന്നിൻ്റെ ആശയമാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അപ്പോൾ സൻ യാത് സെന്നിൻ്റെ ആശയങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത എന്ന് പറയുന്നത് എന്താണ്? മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്ന് പറയുന്നതാണ് ദേശീയത. ഇനി ജനാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസം എന്ന് വെച്ചാൽ എന്താണ്? മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് സോഷ്യലിസത്തിൽ പറയുന്നത്. എന്താണ്? മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സൻ യാത് സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്കാവശ്യമായ നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചെയ്തു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ രൂപീകൃതമാവാണ്. ആദ്യകാലങ്ങളിൽ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. എന്നാൽ സൻ യാത് സെന്നിൻ്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക്ക് ഭരണത്തിൻ്റെ തലവനായി വന്നതോടെ ഈ സഹകരണം ഇല്ലാതായി. ഇനി റിപ്പബ്ലിക് ജനകീയമാകുന്നു. ചിയാങ് കൈഷക്ക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്കയടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിംഗ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളിലെല്ലാം നിയന്ത്രിച്ചിരുന്നവരാണ് വിദേശ രാജ്യങ്ങളാണ്. ചിയാങ് കൈഷക്കിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സേ തുങ് ഉയർന്നു വന്നു. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരായിരുന്നു? മാവോ സേ തുങ് ആയിരുന്നു. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്നും ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ ഈ യാത്ര വടക്കു പടിഞ്ഞാറ് യനാനിൽ അവസാനിച്ചു. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. തൽഫലമായി വിദേശാധിപത്യത്തിനെതിരായ ചൈനീസ് സേനയുടെ പോരാട്ടത്തിൽ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേ തുങ്ങും മാറി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പു സേന കുമിന്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക് തായ്വാനിൽ രാഷ്ട്രീയാഭയം നേടി. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായിട്ട് മാറാണ് ചെയ്യുന്നത് അല്ലേ. 1949 ഒക്ടോബർ 1 ചൈന എന്തായി മാറിയത്? റിപ്പബ്ലിക്കായിട്ട് മാറിയത്. ആരുടെ നേതൃത്വത്തിലാണ്? മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതുമായിട്ട് പ്രധാനപ്പെട്ട് വരുന്ന പോയിൻറ്റ്സ് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ ആദ്യം തന്നെ കുറച്ച് കോഡ്സുകൾ നൽകിയിട്ടുണ്ട്. ഈ കോഡ്സുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 ലൂയി 14 എന്താണ് പറഞ്ഞത്? ഞാനാണ് രാഷ്ട്രം, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞു തുടങ്ങുന്ന വരികൾ പറഞ്ഞിട്ടുള്ളത് ലൂയി 14 അപ്പോൾ ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14 ഇനി ലൂയി 15 എന്താണ് പറഞ്ഞത്? എനിക്ക് ശേഷം പ്രളയം, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി ആൻറ്റോയിനറ്റ് ആണ്. മേരി ആൻറ്റോയിനറ്റ് ആണ് പറഞ്ഞത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ലൂയി 14 ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുന്നത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് തുടങ്ങുന്ന വരികൾ ലൂയി 15 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറയുന്നത് മേരി ആൻറ്റോയിനറ്റ് ആണ്. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളും അവരുടെ അധികാര കേന്ദ്രമായ വേഴ്സായ് കൊട്ടാരത്തിൻ്റെ ചിത്രവുമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമാണ് വേഴ്സായ് കൊട്ടാരം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നൽകിയിട്ടുണ്ട് അല്ലേ. ഇതിൽ നിന്നും അക്കാലത്ത് ഫ്രാൻസിൽ നിലനിന്ന ഭരണത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് കണ്ടെത്താനായിട്ട് പറ്റുന്നത്? എന്തൊക്കെയാണ്? ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത് അല്ലേ. ഇവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. ഭരണാധികാരികൾ ആരായിരുന്നു? ധൂർത്തന്മാരായിരുന്നു അല്ലേ. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായത്തിന് കീഴിൽ ജനങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കാം? ചുവടെ തന്നിട്ടുള്ള വരികൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. അപ്പോൾ അവരുടെ സ്ഥിതി എങ്ങനെയായിരിക്കാം എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ സ്ഥിതി ഫ്രാൻസിൽ 10-9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10 ആരാണ് എങ്ങനെയാണ് മരിച്ചത്? ദഹനക്കേടിലെ അജീർണം ബാധിച്ചാണ് മരിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി സാധാരണക്കാർ നന്നായിട്ട് ദരിദ്രരും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നന്നായിട്ട് പണക്കാരിലെ അവരും ഉണ്ടായിരുന്നു. ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നു എന്ന് മനസ്സിലായി. കാരണം എന്താണ്? 9 പേര് പട്ടിണി കൊണ്ടാണ് മരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം എന്ന് പറയുന്നത് 10-9 പേരും മരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ദുരിതത്തിലായിരുന്ന കാരണം അങ്ങനെ പട്ടിണി മരണമായിരുന്നു. ഓക്കെ. ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തവും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തവും നിറഞ്ഞ ജീവിതമാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അവരെ ദഹനക്കേട് കൊണ്ട് മരിച്ചത് അല്ലേ. ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. അപ്പം എന്താണ്? ഫ്രാൻസിൽ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അവ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ട് തരംതിരിച്ചിരുന്നു. ഇവ എന്താണ് അറിയപ്പെട്ടിരുന്നത്? എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ എത്ര തട്ടുണ്ടായിരുന്നു? 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്ന ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രഞ്ച് സമൂഹത്തിലെ 3 എസ്റ്റേറ്റുകളാണ്. 1 പുരോഹിതന്മാർ, 2 പ്രഭുക്കന്മാർ, 3 കച്ചവടക്കാർ, എഴുത്തുകാർ, അങ്ങനത്തെ പാവപ്പെട്ട ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1ാമത്തെ എസ്റ്റേറ്റിൽ ആരാണ് വരുന്നത്? പുരോഹിതന്മാരാണ് വരുന്നത് അല്ലേ. പുരോഹിതന്മാരാണ്. അവരെന്താണ്? അവരുടെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ഭൂപ്രദേശം കൈവച്ചു. ആരാണ്? പുരോഹിതന്മാർ ധാരാളം ഭൂപ്രദേശം കൈവച്ചു. അതുപോലെ തന്നെ കർഷകരിൽ നിന്നും തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. അപ്പോൾ എന്താണ്? കർഷകരിൽ നിന്നും നികുതി പിരിച്ചത് ഏത് പേരിലായിരുന്നു? തിതേലെ. തിതേ എന്ന് പറയുന്ന നികുതി പിരിച്ചത് ആരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇവരെല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1ാമത് സ്റ്റേറ്റിൽ വരുന്നത് പുരോഹിതന്മാരാണ്. ധാരാളം ഭൂപ്രദേശം കൈവച്ചു. കർഷകരിൽ നിന്നും തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. അപ്പോൾ പുരോഹിതന്മാർ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന തട്ടിലുള്ള ആൾക്കാരാണ്, 1ാം എസ്റ്റേറ്റുകാരാണ്. അവർക്ക് എന്താണ്? നികുതികളിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഉയർന്ന പദവി ലഭിച്ചിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ കൂടുതൽ ഭൂപ്രദേശമുള്ളതും 1ാമത്തെ എസ്റ്റേറ്റുകാരായ പുരോഹിതന്മാരുടെ കയ്യിലാണ്. തിതേ എന്ന് പറയുന്ന നികുതി പിരിച്ചിരുന്നതും പുരോഹിതന്മാരാണ്. ഇനി 2ാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരുടെയാണ്? പ്രഭുക്കന്മാരുടേതാണ് 2ാമത്തെ എസ്റ്റേറ്റ്. പ്രഭുക്കന്മാരുടെ കുറിച്ച് പറയുക
എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈനിക സേവനം നടത്തുന്നത് ആരാണ്? പ്രഭുക്കന്മാരാണ് സൈനിക സേവനം നടത്തുന്നത്. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേതനം നൽകാതെ അവർ കർഷകരെ നന്നായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലതരം നികുതികൾ പിരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരും നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബരം ജീവിതം നയിച്ചവരായിരുന്നു. വിശാലമായ ഭൂപ്രദേശം കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റിൽ വരുന്നത് പ്രഭുക്കന്മാരാണ്. കർഷകരെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിച്ച് വേതനം നൽകിയിരുന്നില്ല. അതുപോലെ തന്നെ പലതരം നികുതികളും ഇവർ പിരിച്ചിരുന്നു. അതുപോലെ തന്നെ സൈനിക സേവനം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇവർ ആഡംബരത്തിലൊക്കെ നല്ല മുന്നിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നവരായിരുന്നു. വിശാലമായ ഭൂപ്രദേശവും ഉണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റിൽ വരുന്നവർ ആരൊക്കെയാണ്? കച്ചവടക്കാര്, എഴുത്തുകാര്, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗമാണ് മൂന്നാമത്തെ സ്റ്റേറ്റിൽ വരുന്നത്. മധ്യവർഗം. അതുപോലെ കർഷകരും കൈത്തൊഴിലാളികളൊക്കെ വരുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റിലാണ്. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർ, അതുപോലെ തന്നെ കർഷകരും കൈത്തൊഴിലാളിക്കാരും. അതുപോലെ തന്നെ ഇവർക്ക് ഭരണത്തിൽ എന്തുണ്ടായിരുന്നില്ല? ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. ഭരണത്തിൽ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. അതുപോലെ തൈലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകേണ്ടതായിട്ട് വന്നിരുന്നു. തൈലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. തിതേ എന്ന് പറയുന്ന ആര് പിരിച്ചിരുന്നതാണ്? പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിച്ചിരുന്നതാണ് തിതേ എന്ന് പറയുന്നത്. തൈലേ എന്ന് പറയുന്ന നികുതി സർക്കാരിന് കർഷകരാണെന്നുണ്ടെങ്കിലും മധ്യവർഗക്കാരാണെങ്കിലും നൽകേണ്ട നികുതിയാണ്. താഴ്ന്ന സാമൂഹിക പദവിയാണ് ഇവർക്കുള്ളത്. അതുപോലെ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. സർക്കാരിന് ഒരു തൈലേ എന്ന് പറയുന്ന നികുതി നൽകണം. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകേണ്ട ആരായിരുന്നു? മൂന്നാമത്തെ സ്റ്റേറ്റുകാരായ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ എന്നിവരടങ്ങുന്ന മധ്യവർഗവും അതുപോലെ തന്നെ കൃഷിയും കർഷകരും കൈത്തൊഴിലാളിക്കാരുമായിരുന്നു. അപ്പം എന്തൊക്കെയാണോ പറഞ്ഞത്? ഒന്നാമത്തെ സ്റ്റേറ്റിൽ വരുന്നത് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാർക്ക് ഉയർന്ന പദവിയാണുള്ളത്. അവർക്ക് നികുതി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുറേ ഭൂപ്രദേശങ്ങൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അവർ നികുതികൾ പിരിച്ചിട്ടുണ്ടായിരുന്നത് തിതേ എന്ന് പറയുന്ന പേരിലാണ് അല്ലേ? തിതേ എന്ന പേരിലാണ് നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പറയുന്നതായിരുന്നു പ്രഭുക്കന്മാരെ കുറിച്ചാണ്. പ്രഭുക്കന്മാരെന്ന് പറയുന്നത് നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ്. അതുപോലെ തന്നെ ആഡംബര ജീവിതമാണ്. വിശാലമായ ഭൂപ്രദേശമുണ്ട്. സൈനിക സേവനം നടത്തിയിരുന്നു. അതുപോലെ കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചിട്ടുണ്ടായിരുന്നു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ തുടങ്ങിയ മധ്യവർഗവും അതുപോലെ തന്നെ കർഷകരും കൈത്തൊഴിലാളികാരുമാണ്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് എന്താണ്? താഴ്ന്ന ആൾക്കാരാണ്. ഇവർക്ക് സർക്കാരിന് ഒരു തൈലേ എന്ന് പറയുന്ന ഒരു നികുതി കൊടുക്കണം. അത് മാത്രമല്ല അതുപോലെ തന്നെ ഈ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു. ഇവർക്ക് ഭരണത്തിൽ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എസ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ആശയങ്ങൾ പ്രചോദനമേകുന്നു. ഫ്രാൻസിൽ നിന്ന് അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ അക്കാലത്തെ ചിന്തകരും ചിന്താധാരകളും പ്രധാന പങ്കുവഹിച്ചു. അത്തരം ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. അപ്പം എന്താണ്? വോൾട്ടയർ എന്താണ് ചെയ്തത്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചതാണ് വോൾട്ടയർ. അതുപോലെ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ചോദിക്കാട്ടോ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചത് വോൾട്ടയർ ആണ്. അതുപോലെ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചതും ആരാണ്? വോൾട്ടയർ ആണ്. സ്വതന്ത്രമായി, ഇതെപ്പോഴും ചോദിക്കാറുള്ള വാക്കാണ്ടോ. ഈ ഒരു വാക്ക് പഠിച്ചിരിക്കുക. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണെന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിയതാരാണ്? റൂസോയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറയുന്ന ആരാണ്? റൂസോയാണ്. അതുപോലെ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും ആരാണ്? റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും റൂസോയാണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചതും ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. അപ്പോൾ മോണ്ടസ്ക്യൂ എന്താ പറയുന്നത്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിക്കണം. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് തിരിക്കണം. അപ്പം എന്തൊക്കെയാണ് പറയുന്നത്? വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചത് വോൾട്ടയർ ആണ്.
ഇനി സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞതും ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും ആരാണ്? റൂസോയാണ്. ഇനി മോണ്ടസ്ക്യൂനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെയായിട്ട് തരംതിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. അപ്പോൾ ഇത്രയും 3 കോഴ്സും പഠിച്ചിരിക്കുക. ഈ 3 ആൾക്കാരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ചോദിക്കുന്ന ഭാഗം കേട്ടോ. ഇനി 3ാം എസ്റ്റേറ്റ് മുന്നേറുന്നു. അപ്പോൾ 3ാം എസ്റ്റേറ്റിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞത്? കർഷകരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മധ്യവർഗ്ഗക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും ഈ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും വരുന്നത് 3ാം എസ്റ്റേറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. അപ്പോൾ ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാരെ, പുരോഹിതന്മാരെ, പ്രഭുക്കന്മാരൊക്കെ ഭയങ്കര ആഡംബര ജീവിതമായിരുന്നു അല്ലേ നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഇങ്ങനത്തെ യുദ്ധങ്ങൾ, ധൂർത്ത്, അതുപോലെ തന്നെ ഇതൊക്കെ വരൾച്ചയും കൃഷിനാശവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ അത് മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളിൽ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ കോളനികളിൽ സമ്പത്തും സൈന്യവും നൽകിയിട്ട് ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിനൊരു കാരണമായിരുന്നു. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. 1789 ആര് വിളിച്ചു ചേർക്കുന്നത്? ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്താനായിട്ട് ലൂയി 16 വിളിച്ചു ചേർക്കുന്നത് അല്ലേ, സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിന് 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ജനറലിനും എന്തുണ്ടായിരുന്നു? 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. അപ്പോൾ ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചെന്താണ്? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി, ഓരോ അംഗത്തിനൊന്നും ഓരോ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെട്ട 3ാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം. അപ്പോൾ കോമൺസ് എന്നറിയപ്പെടുന്നത് 3ാമത്തെ എസ്റ്റേറ്റുകാരിയാണ്. ഇവരുടെ ആവശ്യം എന്തായിരുന്നു? 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണം. 3 സ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന 3ാമത്തെ എസ്റ്റേറ്റുകാർ വാദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓരോ അംഗത്തിനും വോട്ട് വേണമെന്ന് വാദിച്ചു. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3ാമത്തെ സ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷമേ പിരിയുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ആ ക്വസ്റ്റ്യൻ നമ്മൾ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണുന്ന കുറേ ക്വസ്റ്റ്യൻസിനെ നമുക്ക് ആൻസേഴ്സ് നമുക്കിതിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റില്ലേ. കാരണം എന്താണ്? ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്ന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവിഷൻ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എന്താ പറഞ്ഞത്? ഈ ഫ്രാൻസിലെ ആൾക്കാരിലെ വോട്ട് സംബന്ധമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ 3ാമത്തെ സ്റ്റേറ്റുകാർ ഞാനാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ദേശീയ അസംബ്ലി എന്ന് സ്വയം വിശേഷിപ്പിച്ച് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞിട്ട് ഈ ടെന്നീസ് കോർട്ടിൽ പോയിട്ടാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. ഇനിയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. 1789 ജൂലൈ 14 1789 ജൂലൈ 14 കേട്ടോ. സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. അപ്പോൾ ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നതും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത് 1789 ജൂലൈ 14 സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. നെക്സ്റ്റ് ഇയർ 1789 ഓഗസ്റ്റ് 12. ഓഗസ്റ്റ് 12 എന്താണ്? ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കി. ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് 1789 ഓഗസ്റ്റ് 12. ഇനി 1789 ഒക്ടോബറിൽ എന്താണ് സംഭവിക്കുന്നത്? പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. സ്ത്രീകൾ എന്ത് ചെയ്യാണ്? കൂടുതൽ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ മുദ്രാവാക്യമായിട്ട് വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി.
1792 സെപ്റ്റംബറിൽ എന്നാണ് ഉണ്ടായത്. പുതിയതായി രൂപീകരിച്ച ഭരണഘടനയെ അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് 1792 സെപ്റ്റംബറിലാണ്. അപ്പോൾ 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യവുമായിട്ട് ബാസ്റ്റിൽ ജയിൽ തകർക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബാസ്റ്റിൽ ജയിലിന്റെ പതനം എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട്. ബാസ്റ്റിൽ ജയിലിന്റെ പതനം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1789 ജൂലൈ 14 നെക്സ്റ്റ് 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നത്. മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നതാണ് 1789 ഓഗസ്റ്റ് 12 ഓഗസ്റ്റ് 12 1789 ഒക്ടോബറിലാണ് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് പോയത്. അതുപോലെ തന്നെ 1792 സെപ്റ്റംബറിലാണ് പുതിയതായിട്ട് രൂപീകരിച്ച ഒരു ഭരണഘടനയുമായിട്ട് ഒരു റിപ്പബ്ലിക് പ്രഖ്യാപിക്കുന്ന, ഒരു ഭരണഘടന അനുസരിച്ച് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കേണ്ട 1792 സെപ്റ്റംബറിലാണ്. ഓക്കെ, 1789 ആയിരുന്നു അല്ലേ 3 വർഷം. ആദ്യത്തെ 3 വർഷം 1789 ആയിരുന്നു. ബാക്കി 92 റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇനി ഭീകരവാഴ്ച ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഭീകരവാഴ്ച എന്ന് പറയുന്നതും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് റോബസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ റോബസ്പിയർ എന്ന് നൽകിയിട്ട് ഭീകരവാഴ്ച നൽകാം, ചേരുംപടി ചെറുക്കുന്നതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റോബസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി 1793 ജൂലൈയിലാണ് ആരംഭിക്കുന്നത്. മിറാബോ, ഡാൻഡൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിനിരയായി. ലൂയി 16 ഭാര്യ മേരി ആന്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായിട്ട് ഉൾപ്പെടുന്നു. അവസാനം റോബസ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണമാണ് ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത്. 1794 ജൂലൈ വരെയാണ് ഭീകരവാഴ്ച ഉണ്ടായിരുന്നത്. ഈ ഭീകരവാഴ്ചയിൽ എന്താ സംഭവിക്കുന്നത്? റോബസ്പിയർ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ശത്രുക്കൾ എന്ന് തോന്നിയ എല്ലാവരെയും ഗില്ലറ്റിൻ ഉപയോഗിച്ച് കൊല്ലണമെന്ന് പറയാണ്. അങ്ങനെ ലൂയി 16 ഭാര്യ മേരിക്ക് മരിക്കുകയാണ്. പക്ഷേ ഇയാളും റോബസ്പിയറും മരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഭീകരവാഴ്ച റോബസ്പിയറുമായി ബന്ധപ്പെട്ടതാണ്. 1794 ജൂലൈ വരെയാണിത് നീണ്ടുന്നത്. ഇനി ഫ്രാൻസിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറയുന്നത് ആരാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പിടിക്കുമെന്ന് പറയുന്നത് ആരാണ്? മെറ്റേണിക്കാണ് പറഞ്ഞത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയുമായി എന്താണ് കണക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരെയുമുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജേക്കോബിനിൽ അംഗമാകുകയും ചെയ്തു. അപ്പോൾ ഫ്രഞ്ച് ക്ലബ്ബ് എന്താണ്? ജേക്കോബിനാണ്. ഈ ജേക്കോബിനിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ് ജേക്കോബിൽ അംഗമായിരുന്നത്? ടിപ്പു ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടിപ്പു ആണ് ജേക്കോബിൽ അംഗമായിരുന്നത്. അദ്ദേഹം ഇംഗ്ലണ്ടുമായിട്ടുള്ള യുദ്ധത്തിൽ അവരെ സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഫ്രഞ്ചിലെ അടുത്തേക്ക് ചെല്ലേണ്ടല്ലേ ഫ്രഞ്ചുകാരുമായിട്ടുള്ള ഒരു സഖ്യമായിട്ട് കണക്കാക്കുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരായുമുള്ള സഖ്യത്തെ കണക്കാക്കുകയാണ് അല്ലേ. അങ്ങനെയാണ് അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന് ഓർമ്മയ്ക്കായിട്ട് തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യത്തിനെ മരം നട്ടത്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം എന്തൊക്കെയാണെന്ന് പറയുന്നത് നോക്കാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിനെ പ്രചാരണം അറിയാലേ. അതുപോലെ പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. അതുപോലെ മധ്യവർഗത്തിനെ വളർച്ചയെ സഹായിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചാരണം. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആശയം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിനെ വളർച്ചയെ സ്വാധീനിച്ചു.
ഇനി നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പറയുന്നത്. നോക്കാം. മഹത്തായ ലക്ഷ്യങ്ങൾക്കായിട്ട് വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഏകാധിപത്യ ഭരണത്തിന്റെ കീഴിൽ കഴിയേണ്ടി വന്നിരുന്നു. അപ്പോൾ വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയന്റെ കീഴിൽ കഴിയേണ്ടി വന്നിരുന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചത് നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ ആർക്ക് പങ്കുണ്ട്? നെപ്പോളിയന് പങ്കുണ്ട്. 1799 അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. ഒരു ഏകാധിപതിയായിരുന്നുവെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ ലക്ഷ്യങ്ങളുമായിരുന്നു ഈ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായത്. എന്തൊക്കെയാണ്? കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, പൊതുകടം ഇല്ലാതാക്കൽ, സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു, ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. നെപ്പോളിയൻ പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചൊരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കി. അപ്പോൾ നെപ്പോളിയൻ എന്ന് പറയുന്ന ആള് കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, അതുപോലെ തന്നെ പൊതുകടം ഇല്ലാതാക്കുവാനായിട്ട് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായിട്ട് റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചൊരു പുതിയ നിയമ സംഹിതയുണ്ടാക്കി. ഇനി റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും. ഫ്രഞ്ച് തത്വചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ റൂസോയുടെ ആശയങ്ങളാണ് കൂടുതലായിട്ട് അതിൽ പ്രതിഫലിക്കുന്നത്. റൂസോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മനുഷ്യനെവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞ ആരാണ്? റൂസിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ കോൺട്രാക്ട് ആരുടേതാണ്? സോഷ്യൽ കോൺട്രാക്ട് റൂസോയുടേതാണ്. റൂസോയാണ് മനുഷ്യനെവിടെയും ചങ്ങലയിലാണ് എന്ന് പറയുന്നതും സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു എന്ന് പറയുന്നതും. അതുപോലെ തന്നെ അദ്ദേഹം ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതുമാരാണ്? റൂസോയാണ്. റൂസോ തന്നെയാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ബുക്കിൻ്റെ കർത്താവ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ആരാണ്? റൂസോയാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിപ്പിക്കുമോ എന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. നെപ്പോളിയനല്ല, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. 1815 നമുക്കറിയാം വാട്ടർലൂ യുദ്ധം നടക്കുന്നത്. അതിൽ യൂറോപ്യൻ സഖ്യ സേനത്തോട് പരാജയപ്പെട്ട നെപ്പോളിയൻ അധികാരം നഷ്ടപ്പെട്ടു. അപ്പോൾ നെപ്പോളിയൻ അധികാരം നഷ്ടപ്പെടുന്നത് 1815 വാട്ടർലൂ യുദ്ധത്തിലാണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു അല്ലേ? മധ്യവർഗത്തിന് ഉയർച്ച, ഫ്യൂഡലിസത്തിന് അന്ത്യം, ദേശീയത എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളും നയങ്ങളും നമ്മൾ പറഞ്ഞു അല്ലേ? ഇവിടെ നമ്മൾ കർഷകർക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാരെ രാജ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിഷ്കാരങ്ങളും അദ്ദേഹത്തിന് പറഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് ചെറിയൊരു പോർഷനാണ് കേട്ടോ. അത് അധികം പറയാനില്ല. നമുക്ക് നോക്കാം. ഇവിടെ മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ പാബ്ലോ നെരൂദ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. ഇതായിരുന്നു വീട്, ഇതാണ് സ്ഥലം. ചോളത്തിൻ്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയത് ഇവിടെയാണ്. ഇവിടെയാണ് അവ ചുവന്ന ഹിമപാതം പോലെ വീണ്ടും കൊഴിഞ്ഞു വീണത്. ചെമ്മരിയാടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടത് ഇവിടെയാണ്. കാമുകിമാർക്കും ശ്മശാനങ്ങൾക്കും സമ്രാട്ടിനും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും ഉടുപ്പ് തുന്നുവാൻ. മാച്ചു പിച്ചു നീ കുഴിച്ചുമൂടി അടിമയെ എനിക്ക് തരൂ. അപ്പോൾ തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നാണ് ഈ മാച്ചു പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാച്ചു പിച്ചുവിൻ്റെ വിവരങ്ങൾ എഴുതിയതാരാണ്? പാബ്ലോ നെരൂദയാണ് എഴുതിയത്. ലാറ്റിൻ അമേരിക്കൻ കവിയാണ് പാബ്ലോ നെരൂദ. അദ്ദേഹം ഈ വിവരണത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? വിഭവങ്ങളുടെ സമൃദ്ധി ഉണ്ടായിരുന്നു അവിടെ അല്ലേ? ചോളകൃഷി ഉണ്ടായിരുന്നു, ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു, വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു. ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത്. കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിച്ചെന്ന് പരിശോധിക്കാം. സ്പെയിനുകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. അതായത് ഈ ലാറ്റിൻ അമേരിക്കയിൽ ആരെത്താണ്? സ്പെയിൻകാരും പോർച്ചുഗീസുകാരെത്താണ് അല്ലേ? എന്നിട്ട് ലാറ്റിൻ അമേരിക്ക കീഴടക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല വിഭവസമൃദ്ധമുള്ള സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ സമ്പത്ത് കൂടുതലായിരുന്നു അല്ലേ?
സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി. അപ്പോൾ സ്പാനിഷിൻ്റെ രീതികളാണ് കൂടുതലായിട്ട് അവിടെ നടപ്പിലാക്കുന്നത് അല്ലേ. യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കയിൽ ജനതയിലേക്ക് പകർന്നു. യൂറോപ്പിൽ നിന്ന് എന്താണ് ലഭിക്കുന്ന രോഗങ്ങളാണ് ലഭിക്കുന്നത്. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. അപ്പോൾ എന്താണ് പറയുന്നത്, അവിടെ വംശീയ വിവേചനം പുലർത്താണല്ലേ. അതുപോലെ തന്നെ വിഭവങ്ങളൊക്കെ സമ്പത്തൊക്കെ കൊള്ളയടിക്കുകയാണ്. കോളനിക്കാരെ അടിമകളെ പോലെയാണ് അവർ പണിയെടുപ്പിച്ചിരുന്നത്. ജോസ് എ ഡി, അതുപോലെ തന്നെ ആരാണ്, ജോസ് എ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡോ, സൈമൺ ബൊളീവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാനായിട്ട് തുടങ്ങി. അപ്പോൾ ആരുടെയൊക്കെ സമരമാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാനായിട്ട് തുടങ്ങിയത്? ആരാണ്? സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡോ, സൈമൺ ബോളിവർ. അപ്പോൾ ഇത്രയാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ചെറിയൊരു പോർഷനാണ്. ഈ മാച്ച് ഫിക്സിന് കുറച്ച് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പാനിഷ്കാരൊക്കെ ഇത് കീഴടക്കി. അതിനുശേഷം 2-3 പേരിൽ ആരൊക്കെയാണ്? സാൻ മാർട്ടിനും മിരാഡിയും സൈമൺ ബോളിവറും കൂടിയിട്ട് ആ ലാറ്റിൻ അമേരിക്കൻ സ്വതന്ത്രമാക്കാൻ തുടങ്ങുകയാണ്. അത്രയും ഒരു ഭാഗമാണ് ഇവിടെ പറയാനുള്ളത് കേട്ടോ. ഈ മാച്ച് ഫിക്സ് എന്ന് പറയുന്നത് പെറുവിലാണ് നിലനിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റഷ്യൻ വിപ്ലവം നോക്കാം. റഷ്യൻ വിപ്ലവം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ്. ഇതിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഓരോ പോയിന്റ്സ് നോക്കാം. ഓക്കെ, ഇവിടെ അമ്മ എന്ന് പറയുന്നത് അപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. മാക്സിം ഗോർക്കിയുടെയാണ് അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ എന്ന് പറയുന്നത് ആരുടെയെന്ന് ചോദിക്കാറുണ്ട്. പഠിച്ചു വയ്ക്കുക. അമ്മ എന്ന് പറയുന്നത് മാക്സിം ഗോർക്കിയുടെയാണ്. അപ്പോൾ ആളെന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിന് വേണ്ടി പൊരുതുവാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളെ ആർക്ക് വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം. കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കുവാൻ കഴിയത്തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാണ്. സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ. എല്ലാ ഉൽപാദനോപാധികളും ജനങ്ങൾക്ക്, എല്ലാ അധികാരവും ജനങ്ങൾക്ക്, അധ്വാനം എല്ലാവരുടെയും ചുമതല. ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഞങ്ങൾ വിപ്ലവകാരികളാണ്. ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കുവാൻ മാത്രമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായിട്ട് തന്നെ തുടരുകയും ചെയ്യും. അപ്പോൾ ഈ മാക്സിം ഗോർക്കി എന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ്റെ അമ്മ എന്ന നോവലിലെ കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം? അക്കാലത്തെ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിയും അതുപോലെ അവരുടെ ലക്ഷ്യങ്ങളും ഇതിൽ കാണാനായിട്ട് കഴിയില്ലേ. അന്നത്തെ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. എല്ലാവരും അധ്വാനിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത്തരം ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം, എല്ലാവരും അധ്വാനിക്കണം. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും നോക്കാം. റഷ്യ ഭരിച്ചിരുന്നത് ആരാണ്? സർ ചക്രവർത്തിമാരാണ്. ഈ സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത്. റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിലാണ് ഈ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ഉണ്ടായിരുന്നത്. അവരുടെ ജീവിതം ഭയങ്കര ദുരിതപൂർണ്ണമായിരുന്നു. റഷ്യയുടെ കാർഷിക മേഖലയിൽ കുറഞ്ഞ ഉൽപ്പാദനം എന്ന് പറയുന്നത് കർഷക വരുമാനത്തെ ബാധിക്കാറുണ്ട്. അതവിടെ കുറഞ്ഞ റഷ്യയുടെ കാർഷിക മേഖലയിൽ കുറഞ്ഞ ഉൽപ്പാദനം നടക്കുന്നത്. അപ്പോൾ അത് കർഷകരെ ബാധിച്ചു. അതേപോലെ തന്നെ ഭൂരഹിതരായവർക്ക് നികുതി കൊടുക്കേണ്ടതായിട്ട് വന്നു അല്ലേ. അപ്പോൾ അങ്ങനെ അതും അവരെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ വ്യാവസായിക ഉൽപ്പാദനം എന്ന് പറയുന്നത് തുച്ഛമായിരുന്നു. ആരാണത് കൂടുതലും നിയന്ത്രിച്ചിരുന്നത്? ആരാണ്? വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ കർഷകർക്ക് പണിയില്ലാതായി, അവർ നികുതി കൊടുക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ ഓരോരുത്തരുടെ കീഴിൽ ചക്രവർത്തിമാരുടെ കീഴിൽ പണിയെടുക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് ദുരിതപൂർണ്ണമായിരുന്നു. അതുപോലെ തന്നെ വ്യവസായത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അത് ഭൂരിഭാഗം വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആൻഡൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. ചോദിക്കാറുണ്ട് കേട്ടോ. ഈ മാർക്സിസ്റ്റ് ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ട് റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ മാർക്സിസ്റ്റ് ആശയങ്ങൾ എവിടെയാണ് വരുന്നത്? റഷ്യൻ വിപ്ലവത്തിലാണ് വരുന്നത്. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസാണ് ആവിഷ്കരിച്ചത്. കാൾ മാർക്സും അതുപോലെ തന്നെ
ആരാണ്? കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ അവർ ആഹ്വാനം ചെയ്തു. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് അവർ ആഹ്വാനം ചെയ്തത്. തൊഴിലാളികളുടെ ദുരിതങ്ങൾ പരിഹാരം കാണുവാനായിട്ട് തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. അങ്ങനെ മാർക്സിസ്റ്റ് ആശയങ്ങളോട് അധിഷ്ഠിതമായിട്ട് അവിടെ എന്ത് രൂപങ്ങളാണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടാണ്. അതിനുശേഷമാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് വരുന്നത്. ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും രണ്ടായി പിരിഞ്ഞു. അപ്പോൾ മെൻഷെവിക്കും ബോൾഷെവിക്കും വരുന്നത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. മെൻഷെവിക്കുകൾ എന്ന് വെച്ചാൽ ന്യൂനപക്ഷമാണ്. ബോൾഷെവിക്കുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഭൂരിപക്ഷമാണ്. ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. ചോദിക്കാറുണ്ടോ? അപ്പോൾ മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയാണ്. മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകുന്ന ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയുമാണ്. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിൻ, ട്രോട്സ്കി. മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയതാരാണ്? അലക്സാണ്ടർ കെരൻസ്കിയാണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ. ലെനിൻ, ട്രോട്സ്കിയും അലക്സാണ്ടർ കെരൻസ്കിയും. ലെനിൻ, ട്രോട്സ്കി എന്ന് പറയുന്നത് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകി. മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയാണ്. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. അപ്പോൾ 1905 എന്ത് യുദ്ധമാണ് നടന്നത്? റഷ്യയും ജപ്പാൻ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് റഷ്യക്കാണ് പരാജയം നടക്കുന്നത്. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രാഗോഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ചോദിക്കാട്ടോ, ഈ ഇയർ പഠിച്ചു വയ്ക്കുക. 1905 ജനുവരി 9 അവിടെ എന്താണ് സംഭവിക്കുന്നത്? പെട്രാഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവരും കൂടി ഒരു പ്രകടനം നടത്താനല്ലേ. ഇതിന് നേരെ പട്ടാളം വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ചോദിക്കാറുണ്ട്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച 1905 ജനുവരി 9 ഇത് സംഭവം നടക്കുന്നത്. 1905 ജനുവരി 9 സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. ഇവ സോവിയറ്റ് യൂണിയനുകൾ എന്നറിയപ്പെടും. അപ്പോൾ സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നത് ഇവരെയാണ്ടോ. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കുവാൻ ചക്രവർത്തി നിർബന്ധിതനായി. ദ്യൂമ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കുവാനായിട്ട് നിർബന്ധിതനാവാണ് അല്ലേ. ഇനി ഇവിടെ നമുക്ക് ബാറ്റിൽ ഷിപ്പ് പോട്ടേങ്കിൻ എന്ന് പറയുന്ന ഒരു സംഭവം നൽകിയിട്ട് നോക്കാം. റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടേങ്കിൻ. ഓക്കെ, സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് നിശബ്ദ സിനിമ രൂപം കൊണ്ടത്. നിശബ്ദ സിനിമയാണ്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടേങ്കിനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം. ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സെർഗി ഐസൻസ്റ്റീൻ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു രക്തരൂക്ഷിതമായ ഞായറാഴ്ച 1905 ജനുവരി 9 നടക്കുന്നത്. അതിനനുസരിച്ചിട്ട് ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കുവാനായിട്ട് നിർബന്ധിതരാവാണ് ചക്രവർത്തിമാരെ. 1914 ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചതോടെ ഡ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സർ ചക്രവർത്തി നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കുവാൻ ചക്രവർത്തി നിർബന്ധിതനായില്ലേ. ഡ്യൂമ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കുവാനായിട്ട് ചക്രവർത്തി നിർബന്ധിതനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1914 ഒന്നാം ലോക യുദ്ധം ആരംഭിക്കുകയാണ്. ഒന്നാം ലോക യുദ്ധത്തിൽ ഡ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച്, ഡ്യൂമ എന്ന് വെച്ചാൽ നിയമനിർമ്മാണ സഭയാണ്, അവഗണിച്ച് സർ ചക്രവർത്തി ആരാണ്? നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു. അതിൽ അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീതികളിൽ പ്രകടനം നടത്തിയില്ലേ. പെട്രോഗാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളിൽ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിനെ പ്രേരിപ്പിച്ചത്.
പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിലെ മെൻഷെവിക് നേതാവായ ആരാണ് പറഞ്ഞത്? അലക്സാണ്ടർ കെരൻസ്കിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു. ഇതാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഫെബ്രുവരി വിപ്ലവം ആരുടെ ഇതിലാണ് വന്നത്? അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലാണ് വരുന്നത്. അദ്ദേഹമാണ് പിന്നീട് അവിടുത്തെ വരുന്നത്? അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലാണ് പിന്നീട് അവിടുത്തെ ഒരു താൽക്കാലിക ഗവൺമെൻറ് വരുന്നത്. ഇനിയാണെന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടാൻ കാരണം റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാളും പിറകിലായതിനാൽ മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടതാണ് നിക്കോളസ് രണ്ടാമൻ അവിടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ പങ്കെടുത്തതിന് ശേഷം ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമായി. അങ്ങനെ പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികളാണ് അവിടെ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. പക്ഷേ സൈനികർ അതിൽ കൂടിച്ചേരേണ്ടല്ലേ. സൈനികർ ആദ്യമൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് അവർക്ക് കുറേ ദുരിതങ്ങൾ അനുഭവപ്പെട്ട കാരണം തൊഴിലാളികളൊപ്പം ചേർന്നു അല്ലേ. അങ്ങനെ എന്ത് സംഭവിച്ചു? പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞു. എന്നിട്ട് അവിടെ അധികാരം ഏൽക്കുന്ന ആരാണ്? നമുക്കറിയാം അല്ലേ, മെൻഷെവിക്കിൻ്റെ നേതാവ് എന്ന് പറയുന്നത് അലക്സാണ്ടർ കെരൻസ്കിയാണ്. അപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് വരാണ്. ഇതിനെ ഫെബ്രുവരി വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. എന്താണ് മാർക്സിസം എന്ന് പറയുന്നത്? കാൾ മാർക്സും ഫ്രെഡറിക് ആംഗൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതയാണ് മാർക്സിസം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം. അപ്പോൾ ഇതിൻ്റെ പ്രധാന ആശയം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ്. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. അപ്പോൾ ഉൽപാദനത്തിന്റെ അടിസ്ഥാനം ആരാണ്? തൊഴിലാളികളാണ്. അതിനാൽ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിനായിട്ട് പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ഏത് പാർട്ടിയാണ് എന്ന് പറയുന്നത്? മാർക്സിസം ആണ് കേട്ടോ. മാർക്സിസം കാൾ മാർക്സിനെയും അതുപോലെ തന്നെ ഫ്രെഡറിക് ആംഗൽസും കൂടി ചേർന്ന് രൂപം നൽകിയതാണ്. ഇനി എന്താണ് പറയുന്നത്? താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ താൽക്കാലിക ഗവൺമെന്റ് വന്നു പറഞ്ഞാൽ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് വന്നു. അതിനുശേഷം റഷ്യയിലെ സോവിയറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യയിലെ സോവിയറ്റുകൾ എന്ന് പറയുന്ന ആരായിരുന്നു? നോക്കിയേ എന്താണ്? തൊഴിലാളി സംഘടനകൾ റഷ്യയിലെമ്പാട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെയാണെന്ന് പറയുന്നത് സോവിയറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സോവിയറ്റുകൾ ഇത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സമയം സ്വിറ്റ്സർലാൻഡിൽ കഴിയുകയെന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായിട്ട് എതിർത്തു. അങ്ങനെ ലെനിൻ വരാണ്. എവിടെ നിന്നാണ് ലെനിൻ വരുന്നത്? സ്വിറ്റ്സർലാൻഡിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം വരാണ് വ്ളാഡിമിർ ലെനിൻ റഷ്യയിലേക്ക് എത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായിട്ട് എതിർത്തു. വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവനും സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഈ വിപ്ലവം ശക്തിയാകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ ആര് വേണമെന്ന് പറഞ്ഞു? സോവിയറ്റുകൾക്ക് വേണം അധികാരമെന്ന് പറഞ്ഞു. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിൻ്റെ നിലപാടിനെ പിന്തുണച്ചു. ബോൾഷെവിക്കുകളും അതുപോലെ തന്നെ സോവിയറ്റുകളും ഈ ലെനിൻ്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുള്ളൂവെന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. അതിനായി അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സാമ്പത്തിക പിന്നോക്കാവസ്ഥ അസമത്വമൊക്കെ ഇല്ലാതാക്കുന്നതിന് ആര് വേണമെന്ന് പറഞ്ഞു? തൊഴിലാളി വർഗ്ഗങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ ഇത് കഴിയുള്ളൂ ബോൾഷെവിക്കുകൾ വാദിക്കുകയാണ്. അങ്ങനെ അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക. എന്നൊക്കെയാണ് പറഞ്ഞത്. ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്തിട്ട് അത് ആർക്ക് വിതരണം ചെയ്യുക? കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കിയിട്ട് മാറ്റുക. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചു. കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവമാണ് ഒക്ടോബർ വിപ്ലവം, അല്ലെങ്കിൽ റഷ്യൻ കലണ്ടർ പ്രകാരം നോക്കുകയാണെങ്കിൽ ഒക്ടോബർ വിപ്ലവം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഫെബ്രുവരി വിപ്ലവം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെന്ന് പറയുന്നത് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ അല്ലേ, ഈ മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കി താൽക്കാലിക ഗവൺമെന്റ് പിടിച്ചെടുത്തതിനായിരുന്നു. ഇനി എന്നാൽ ബോൾഷെവിക്കുകൾ പിടിച്ചെടുക്കുമ്പോഴാണ് എന്ന് സംഭവിക്കുന്ന ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. ബോൾഷെവിക്കുകൾ ഈ താൽക്കാലിക ഗവൺമെന്റ് പിടിച്ചെടുക്കുമ്പോഴാണ്. അങ്ങനെ കെരൻസ്കി രാജ്യം വിട്ട് പോവുകയാണ് ചെയ്തത് അല്ലേ.
തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റ് രൂപം നൽകി. അപ്പോൾ അവിടെ ലെനിനാണ് അധ്യക്ഷനാകുന്നത്. അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റിന് അവിടെ രൂപം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം, ചോദിക്കാറുണ്ട്. ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ സോവിയറ്റ് രൂപീകരിക്കുക അല്ലെങ്കിൽ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്നിട്ട് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ റഷ്യൻ വിപ്ലവത്തിൽ ഉണ്ടായ ഫലങ്ങൾ. ഒന്നാം ലോകത്തിൽ നിന്നും റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നതിന് സോവിയറ്റ് യൂണിയൻ കൂടി ചേർന്നിട്ട് സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ച് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. അപ്പോൾ ഇത്രയൊക്കെ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ SCERT വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങളും ആവർത്തിക്കുന്ന ചോദ്യങ്ങളും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.